നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ജനദ്രോഹ ഭരണം നടത്തുന്ന ഇടതുപക്ഷ സർക്കാരിനെതിരെ UDFന് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലെന്ന് ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന കൺവീനർ PV അൻവർ. കാഞ്ഞങ്ങാട്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കാഞ്ഞങ്ങാട് യൂണിറ്റ് കൺവെൻഷൻ നടന്നു. പടന്നക്കാട് SNAUP സ്കൂളിൽ വെച്ചായിരുന്നു കൺവെൻഷൻ നടന്നത്. വിരമിച്ച ബാങ്ക് ജീവനക്കാരുടെ പെൻഷൻ പരിഷ്കരിക്കണമെന്ന ആവശ്യം. ജോയിന്റ് ഫോറം ഓഫ് ബാങ്ക് റിട്ടയേഴ്സ് കാഞ്ഞങ്ങാട്ട് കൂട്ട ഉപവാസ സത്യാഗ്രഹ സമരം നടത്തി. കാഞ്ഞങ്ങാട് മാന്തോപ്പ് മൈതാനത്തിലായിരുന്നു സമരം നടത്തിയത്. 12ാം ശമ്പള കമ്മീഷനെ നിയമിക്കുകയെന്ന ആവശ്യം. AKS2വിന്റെ നേതൃത്വത്തിൽ DEO ഓഫീസിലേക്ക് മാർച്ച് നടത്തി. KSSPA വനിതാ ഫോറത്തിന്റെ നേതൃത്വത്തിൽ ചങ്ങാതിക്കൂട്ടം എന്ന പേരിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. ഹോസ്ദുർഗ് ഫോർട്ട് വിഹാർ ഹാളിലായിരുന്നു ശില്പശാല നടന്നത്. കർക്കിടകം പിറന്നതോടെ ഒറ്റച്ചെണ്ടയുടെ താളത്തിൽ ആടിവേടൻ തെയ്യങ്ങൾ ഗ്രാമസഞ്ചാരം തുടങ്ങി. കർക്കിടക മാസത്തിലെ ആദ്യ വ്യാധികൾ അകറ്റുന്നതിനെയാണ് കർക്കിടക തെയ്യങ്ങൾ വീടുകളിൽ എത്തുന്നത്. കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഇൻസ്പെക്ടേഴ്സ് ആൻഡ് ഓഡിറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദന സമ്മേളനവും പഠന ക്ലാസും സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് അർബൻ സഹകരണ സംഘം ഹാളിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. വാർത്തകൾ വിശദമായി. ജനദ്രോഹ ഭരണം നടത്തുന്ന ഇടതുപക്ഷ സർക്കാരിനെതിരെ UDFന് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലെന്ന് ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന കൺവീനർ PV അൻവർ. കാഞ്ഞങ്ങാട്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അപ്പോ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട കുടുംബവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളിൽ ഞാൻ ഉയർത്തിയ സ്വർണ്ണക്കള്ളക്കടത്ത് ഉൾപ്പെടെ വിഷയങ്ങളിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ ചില ആളുകൾ ലോക്കായിട്ടുണ്ട്, നമുക്കറിയാം. അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിൽ കേന്ദ്ര ഗവൺമെന്റുമായി ഒരു ധാരണയുണ്ടാക്കി RSSനോട് അങ്ങേയറ്റത്തെ വിധേയത്വം പാലിക്കുന്ന മുഖ്യമന്ത്രിയായി കേരളത്തിലെ മുഖ്യമന്ത്രി മാറിയില്ലേ? BJPയുടെ ഒരു MLA ഇല്ലാത്ത ഒരു കേരളത്തിൽ ഒരു MLA പോലും ഇല്ലാതെ BJP ഇന്ത്യയിൽ ഭരിക്കുന്ന സംസ്ഥാനത്തിന്റെ പേര് കേരളമാണ്. അതല്ലേ ഇവിടെ നടക്കുന്നത്? ആരെങ്കിലും ചോദിക്കാനും പറയാനുണ്ടോ? അപ്പൊ ഇത്രയും വലിയ പാർഷ്യാലിറ്റി നടക്കുകയാണ്. ഒരാളും ഇതിൽ ഇടപെടാനില്ല. ഇവിടുത്തെ റോഡുകൾ നിങ്ങൾക്കറിയാം. KSDPയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഈ നാട്ടുകാരാ പലരും, പത്രമാധ്യമ പ്രവർത്തകർ. എന്താ സ്ഥിതി? മലയോര ഹൈവേ എവിടെ എത്തി കിടക്കാണ്? വല്ല മാറ്റങ്ങളുണ്ടോ? ഇവിടുന്ന് കാസർഗോഡ് എത്തണമെങ്കിൽ ഈ കാഞ്ഞങ്ങാട് ടൗണിൽ നിന്ന് ഇതൊന്നുമില്ലാത്ത കാലത്ത് നിങ്ങൾക്ക് 1.5 മണിക്കൂർ കൊണ്ട് എത്താൻ സാധിക്കുമായിരുന്നു. ഇന്ന് നടുവൊടിയാതെ എത്താൻ സാധിക്കുമോ? കൊട്ടിഘോഷിക്കപ്പെട്ട നാഷണൽ ഹൈവേ, അതിന്റെ പേരിൽ ഈ പറയുന്നവർക്ക് ദൂരത്തേക്ക് പോകുന്നവർക്ക് കടന്നു പോകാം. വലിയ അനുഗ്രഹം തന്നെ, തർക്കമൊന്നുമില്ല. ആ അനുഗ്രഹത്തിന്റെ പേരിൽ കാസർഗോഡ് ജില്ലയുടെ ഈ ഹൈവേയുമായി ബന്ധപ്പെട്ട പരിസര പ്രദേശത്തെ സകലമാന റോഡുകളും തകർക്കപ്പെട്ടിട്ട് കാലം എത്രയായി? വല്ല ഇടപെടലും ഇവിടുത്തെ പ്രതിപക്ഷം നടത്തുന്നുണ്ടോ? ഭരണപക്ഷം ഏതായാലും ഇല്ല. പ്രതിപക്ഷം എവിടെ പോയി? മലയോര മേഖല 3 നിയോജക മണ്ഡലങ്ങൾ ഈ പറയുന്ന ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട് അതിർത്തി പങ്കെടുക്കുന്ന മണ്ഡലങ്ങളാണ്. വന്യജീവി പ്രശ്നം ആരെങ്കിലും അഡ്രസ് ചെയ്യുന്നുണ്ടോ? എത്ര മരണങ്ങളാണ് കേരളത്തിൽ നടക്കുന്നത്? കാർഷിക മേഖല തകർന്നടിഞ്ഞില്ലേ? കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കാഞ്ഞങ്ങാട് യൂണിറ്റ് കൺവെൻഷൻ നടന്നു. പടന്നക്കാട് SNAUP സ്കൂളിൽ വെച്ചായിരുന്നു കൺവെൻഷൻ നടന്നത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കാഞ്ഞങ്ങാട് യൂണിറ്റ് കൺവെൻഷൻ നടന്നു. പടന്നക്കാട് SNAUP സ്കൂളിൽ വെച്ച് നടന്ന കൺവെൻഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് PC പ്രസന്ന ഉദ്ഘാടനം ചെയ്തു. നമ്മൾ എത്ര അംഗങ്ങളുണ്ട്, നമ്മൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, നമ്മൾ എന്തെല്ലാം സാമൂഹികമായിട്ടുള്ള കാര്യങ്ങൾ, അവർ എത്ര കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നുണ്ട്, നമ്മുടെ പ്രശ്നങ്ങൾ എന്തൊക്കെ, അതൊക്കെ അദ്ദേഹം ഇതിൽ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഗവൺമെൻറ്റിന് താൽക്കാലികമായിട്ടുണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങളെ കൊണ്ട് നമുക്ക് തരേണ്ടിയിരിക്കുന്ന പല ആനുകൂല്യങ്ങളും തരാൻ വൈകിപ്പോയി. അത് തീർച്ചയായിട്ടും നിങ്ങളെക്കുറിച്ച് എനിക്ക് നല്ല ബോധമുണ്ട്. നിങ്ങൾ എന്താണ് എന്ന് ഞങ്ങൾക്കറിയാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് തരാനുള്ളത് തരും.
എന്ന ഒരു സംസ്ഥാനത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ മുഖ്യമന്ത്രിയാണ് നമ്മളോട് പറയുന്നത്. 1500-2000 അംഗങ്ങളുണ്ട് നമ്മുടെ ഇതിൽ അങ്ങനെ ഇരിക്കുന്നത്. മുഴുവൻ ആളുകളും കേൾക്കത്തക്കവണ്ണം അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് ഒരിക്കലും തിരിച്ചെടുക്കില്ല, യാതൊരു സംശയമില്ല. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് തരും. എന്തുകൊണ്ട് അത് തരാൻ വൈകുന്നു അതേക്കുറിച്ച് ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും. അപ്പോൾ ഇതിൻ്റെ വാക്കുകൾ ഇത് വേണമെന്നുള്ളവർ അതിൻ്റെ ഭരണഘടന എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. 1950 ആയപ്പോഴേക്കും പ്രാബല്യത്തിൽ വന്നിരിക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ ഭരണഘടന. ആ ഭരണഘടനയിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയിലെ ജനങ്ങളെ തമ്മിൽ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനകളിലെ ആളുകളിൽ തമ്മിൽ അല്ലെങ്കിൽ പെൻഷനേഴ്സ് ആണെങ്കിൽ അവരെ തമ്മിൽ ഒരു വ്യത്യാസമില്ലാതെ, സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ അവരുടെ ഇന്ന സമയത്ത് പിരിഞ്ഞു അല്ലെങ്കിൽ ഇന്ന സമയത്ത് ഒരാൾ ജോലി പെൻഷനായി എന്നുള്ളതിൽ വ്യത്യാസമില്ലാതെ സമഭാവനയോടുകൂടി എല്ലാവരോടും പെരുമാറുന്നതാണ് ഈ ഭരണഘടനയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. പി ദാമോദരൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് ബി പരമേശ്വരൻ, ബ്ലോക്ക് സെക്രട്ടറി കെ ചന്ദ്രശേഖരൻ, വി നിർമ്മല, എൻ രാധ, കെ പി കമാരൻ എന്നിവർ സംസാരിച്ചു. കെ കരുണാകരൻ സ്വാഗതവും കെ അമ്പാടി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വിരമിച്ച ബാങ്ക് ജീവനക്കാരുടെ പെൻഷൻ പരിഷ്കരിക്കണമെന്ന ആവശ്യം ജോയിന്റ് ഫോറം ഓഫ് ബാങ്ക് റിട്ടയേഴ്സ് കാഞ്ഞങ്ങാട്ട് കൂട്ട ഉപവാസ സത്യാഗ്രഹ സമരം നടത്തി. കാഞ്ഞങ്ങാട് മാന്തോപ്പ് മൈതാനത്തിലായിരുന്നു സമരം നടത്തിയത്. രാജ്യത്തിന്റെ പുരോഗതിക്കായി ബാങ്കുകൾ ചെയ്ത സേവനം സ്തുത്യർഹമാണെന്നും അത്തരം നേട്ടത്തിന് കാരണക്കാരായ ബാങ്കിൽ നിന്നും പിരിഞ്ഞവർക്ക് കാലോചിതമായ പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കാത്തത് നീതീകരിക്കാനാവാത്തതാണെന്നും ബാങ്ക് പെൻഷനേഴ്സിന്റെ ന്യായമായ ആവശ്യങ്ങളെല്ലാം അംഗീകരിക്കേണ്ടതാണെന്നും ബാങ്ക് ദേശസാൽക്കരണ ദിനമായ ജൂലൈ 19 കാഞ്ഞങ്ങാട് മാന്തോപ്പ് മൈതാനിയിൽ ജോയിന്റ് ഫോറം ഓഫ് ബാങ്ക് റിട്ടയറീസിന്റെ നേതൃത്വത്തിൽ നടന്ന കൂട്ട ഉപവാസം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എൻ.എ. നെല്ലിക്കുന്ന് എം.എൽ.എ. അഭിപ്രായപ്പെട്ടു. ബാങ്കിൽ നിന്നും പിരിഞ്ഞവർക്ക് നാമമാത്രമായ പെൻഷനു പകരം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നൽകുന്ന പെൻഷൻ മറ്റ് ബാങ്കിൽ നിന്നും പിരിഞ്ഞവർക്കും നൽകണമെന്നും എം.എൽ.എ. അഭിപ്രായപ്പെട്ടു. കണ്ണൂർ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് മെമ്പറും കില ഡയറക്ടറും നെഹ്റു കോളേജ് മുൻ സാമ്പത്തിക ശാസ്ത്ര വകുപ്പ് മേധാവിയുമായ ഡോക്ടർ എ. അശോകൻ മുഖ്യപ്രഭാഷണം നടത്തി. ജോയിന്റ് ഫോറം ഓഫ് ബാങ്ക് റിട്ടയറീസ് കേരള ജില്ലാ പ്രസിഡന്റ് പി.ജെ. നായർ അധ്യക്ഷത വഹിച്ചു. കൂട്ട ഉപവാസ സമരത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് CITU ഏരിയ സെക്രട്ടറി കെ.വി. രാഘവൻ, AITUC ജില്ലാ സെക്രട്ടറി ടി. കൃഷ്ണൻ, BSNL പെൻഷനേഴ്സ് സംസ്ഥാന പ്രസിഡന്റ് കെ. മോഹനൻ, സ്റ്റേറ്റ് പെൻഷനേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറി കെ.വി. ഗോവിന്ദൻ, സെൻട്രൽ ഗവൺമെന്റ് പെൻഷനേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് കെ. രാഘവ് പൊതുവാൾ, HMS ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ.വി. രാമചന്ദ്രൻ, കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ ജില്ലാ സെക്രട്ടറി കെ.വി. വിശ്വനാഥൻ, കെ.പി. സേതുനാഥൻ, N.V. ബാബു, E.P. സുരേഷ്, കെ. രാഘവൻ, ജില്ലാ സെക്രട്ടറി P.V. പവിത്രൻ, C.P. നരേന്ദ്രൻ, കൃഷ്ണൻ പത്താനത്ത്, M. വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു.
നന്ദകുമാർ നായർ, എൻ അശോക് കുമാർ, വി മനോജ് സ്വാഗതവും പി കുമാരൻ നായർ നന്ദിയും പറഞ്ഞു. സമാപന യോഗം പി വി രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കൃഷ്ണൻ പത്താനത്ത് അധ്യക്ഷത വഹിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. 12ാം ശമ്പള കമ്മീഷനെ നിയമിക്കുക എന്നാവശ്യം AKSTUവിന്റെ നേതൃത്വത്തിൽ DEO ഓഫീസിലേക്ക് മാർച്ച് നടത്തി. 12ാം ശമ്പള കമ്മീഷനെ നിയമിക്കുക, DA കുടിശ്ശിക അനുവദിക്കുക, മെഡിസെപ് പദ്ധതി പരിഷ്കരിക്കുക, അധ്യാപകരുടെ പ്രൊട്ടക്ഷൻ നടപ്പിലാക്കുക, ഭിന്നശേഷി നിയമനം സംബന്ധിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുക തുടങ്ങിയ 15ഓളം ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഓൾ കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി DEO ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ച് പുതിയകോട്ട മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് സമാപിച്ചു. തുടർന്ന് നടത്തിയ ധർണ AKSTU സംസ്ഥാന സെക്രട്ടറി K പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. സമരസഖാക്കളെ, ഈ ധർണാ സമരത്തിന് ഭാഗമായി സംഘടിപ്പിക്കുന്ന യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്ന ഓൾ കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ AKSTUവിന്റെ ജില്ലാ പ്രസിഡന്റ് സഖാവ് രാജീവ് മാസ്റ്റർ, ഈ സമരത്തെ സ്വാഗതം ചെയ്ത AKSTUവിന്റെ ജില്ലാ സെക്രട്ടറി വിനയൻ കല്ലത്ത് മാസ്റ്റർ, ഈ സമരത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന AKSTUവിന്റെ സംസ്ഥാന കൗൺസിൽ അംഗങ്ങൾ, ജില്ലാ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള സമരസഖാക്കളെ, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഓൾ കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ ഇന്ന് അധ്യാപക മാർച്ചും ധർണയും സംഘടിപ്പിക്കുകയാണ്. ജില്ലയിലെ തെരഞ്ഞെടുത്ത വിദ്യാഭ്യാസ ഓഫീസുകൾക്ക് മുമ്പിൽ നടത്തുന്ന ഈ മാർച്ചും ധർണയും കേരളത്തിലെ അധ്യാപക സമൂഹവും പൊതുവിദ്യാഭ്യാസ സമൂഹവും ഏറെ ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്നത്. കേരളത്തിൽ അല്ലെങ്കിൽ രാജ്യത്ത് ഭരിക്കുന്നത് ആരെന്ന് നോക്കാതെ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും അവകാശ പോരാട്ടങ്ങൾക്ക് എന്നും നേതൃത്വം കൊടുത്ത സംഘടനയാണ് AKSTU. അതിന്റെ കഴിഞ്ഞ കാൽനൂറ്റാണ്ട് കാലത്തെ പോരാട്ടത്തിന്റെ കഥകൾ അതാണ് വ്യക്തമാക്കുന്നത്. AKSTU ജില്ലാ പ്രസിഡന്റ് രാജീവൻ MT അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി വിനയൻ കല്ലത്ത് സ്വാഗതം പറഞ്ഞു. ജില്ലാ ട്രഷറർ സുനിൽ കുമാർ കരിച്ചേരി, സുപ്രഭ AK, അജയ് കുമാർ TA, രാജേഷ് ഓൾനഴിയൻ, സജിയൻ A എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. KSSPA വനിതാ ഫോറത്തിന്റെ നേതൃത്വത്തിൽ ചങ്ങാതിക്കൂട്ടം എന്ന പേരിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. ഹോസ്ദുർഗ് ഫോർട്ട് വിഹാർ ഹാളിലായിരുന്നു ശില്പശാല നടന്നത്. KSSPA വനിതാ ഫോറത്തിന്റെ നേതൃത്വത്തിലാണ് ഏകദിന ശില്പശാല സംഘടിപ്പിച്ചത്. ഹോസ്ദുർഗ് ഫോർട്ട് വിഹാർ ഹാളിലായിരുന്നു ഏകദിന ശില്പശാല നടന്നത്. KSSPA സംസ്ഥാന സെക്രട്ടറി T വനജ ഉദ്ഘാടനം നിർവഹിച്ചു. നല്ല ഒരു അന്തരീക്ഷമാണ് നമുക്ക് എപ്പോഴും പെൻഷൻകാരുടെ ആ പരിപാടിയിൽ. ജനറൽ ആണെങ്കിലും അങ്ങനെ തന്നെയാണ്, പുരുഷന്മാരും ഉൾപ്പെടുന്ന ഒരു പരിപാടിയാണെങ്കിലും വളരെ അച്ചടക്കത്തോടു കൂടിയാണ് ഈ ക്യാമ്പുകളും എന്തായാലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് നേരത്തെ ഒരു സെമിനാർ നടന്നിരുന്നു. അതിൽ സംഘടനയുടെ ജനറലായിട്ടുള്ള വനിതാ നേതാക്കന്മാർ ആ സെമിനാറിൽ പങ്കെടുത്തിട്ടുണ്ട്. വനിതാ ഫോറം ജില്ലാ പ്രസിഡന്റ് ജയലക്ഷ്മി VV അധ്യക്ഷത വഹിച്ചു. K രാമകൃഷ്ണൻ, KC രാജൻ, C രത്നാകരൻ, PC സുരേന്ദ്രൻ നായർ, തങ്കമ്മ വേലായുധൻ എന്നിവർ സംസാരിച്ചു. സംഘടനാ ചരിത്രം എന്ന വിഷയത്തിൽ വിനയദാസ് ക്ലാസ് എടുത്തു. 2025 ലക്ഷ്യം 1 ലക്ഷം അംഗങ്ങൾ, അതിൽ വനിതകളുടെ പങ്ക് എന്ന വിഷയത്തിൽ വാസന്തി മക്കത്ത് ക്ലാസ് എടുത്തു. ചടങ്ങിൽ വനിതാ ഫോറം ജില്ലാ സെക്രട്ടറി ലിസമ്മ ജേക്കബ് സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കർക്കിടകം പിറന്നതോടെ ഒറ്റച്ചെണ്ടയുടെ താളത്തിൽ ആടിവേടൻ തെയ്യങ്ങൾ ഗ്രാമസഞ്ചാരം തുടങ്ങി. കർക്കിടക മാസത്തിലെ ആദ്യവ്യാധികൾ അകറ്റുന്നതിനെയാണ് കർക്കിടക തെയ്യങ്ങൾ വീടുകളിൽ എത്തുന്നത്. നാട്ടിട വഴികളിലെ മനോഹരമായ കാഴ്ച കാണാം. പഞ്ഞമാസമായ കർക്കിടകത്തിലെ ആദിവ്യാധികളകറ്റാൻ കർക്കിടക തെയ്യങ്ങൾ നാട്ടിട വഴികളിലൂടെ വീടുകളിലേക്ക് സഞ്ചാരം തുടങ്ങി. ചുണ്ടിൽ ഗുണം വരുത്തണേ എന്ന മന്ത്രവുമായി ഓരോ വീടുകളിലും ആടിവേടൻ ഒറ്റച്ചെണ്ടയുടെ താളത്തിൽ ചുവടുവെക്കുന്നു. ഐതിഹ്യത്തിൽ അർജുന തപസ് പരീക്ഷിക്കാനെത്തിയ ശിവപാർവതിമാരുടെ സങ്കല്പമാണ് ആടിവേടൻ തെയ്യം. കർക്കിടകത്തിൽ പ്രകൃതിക്കും മനുഷ്യനും സംഭവിക്കുന്ന ദോഷങ്ങളെ അകറ്റുവാനായാണ് കർക്കിടക തെയ്യങ്ങൾ വീടുകൾ എത്തുന്നത്. ഇപ്പോൾ വേടന്തയത്തിൻ്റെ വേഷം എന്ന് പറയുന്നത് എല്ലാ തെയ്യത്തിനും നമ്മളൊരു ഗുരുക്കന്മാർ എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിൽ 21 ഗുരുക്കന്മാരെ സങ്കല്പിച്ചിട്ടില്ല. തലപ്പാളി എന്ന് പറഞ്ഞത്
നമ്മൾ അതെല്ലാ തെയ്യത്തിനും ഉണ്ട്. അതുപോലെ ഇതൊരു തെയ്യമായതുകൊണ്ട് ശിരസിൽ നമ്മൾ പ്രാർത്ഥനയോടുകൂടി എല്ലാ ഗുരുക്കന്മാരെയും ആവാഹിച്ചിട്ട് ശിരസിൽ കിട്ടുന്നുണ്ട്. പിന്നെ തലമുടിയിൽ ജട, തിരുജട, ശിവൻ്റെ ജടയുടെ സങ്കല്പമാണ് മുടി നമ്മൾ കിട്ടുന്നത്. പിന്നെ മാറിൽ അങ്കിയാറ് എന്ന് പറയും. പിന്നെ അരയിൽ കാണി ചോപ്പ്, കൈക്കൂട്, വള, ചൂടകം, കൈത്തണ്ട, പൗവം എന്ന് പറയും, കാത്, അങ്ങനെയുള്ള വേഷങ്ങളാണ് ഇപ്പോൾ വേടരൂപത്തിൽ നമ്മൾ ഈ തെയ്യത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നത്. വീടുകളിലെത്തിയാൽ വീട്ടുകാരുടെ അനുവാദം തേടിയ ശേഷമാണ് തെയ്യങ്ങൾ ചുവടുവെക്കുന്നത്. ചുവടുവെച്ചു കഴിഞ്ഞാൽ വീട്ടിലെ മുതിർന്ന സ്ത്രീ ഗുരുതിയൊഴിഞ്ഞ് മറിക്കും. തുടർന്ന് വീട്ടുകാർ നൽകുന്ന ദക്ഷിണ സ്വീകരിച്ച് കുട്ടിത്തെയ്യം പടിയിറങ്ങും. ന്യൂസ് ബ്യൂറോ, രാജപുരം. കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഇൻസ്പെക്ടേഴ്സ് ആൻഡ് ഓഡിറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദന സമ്മേളനവും പഠന ക്ലാസും സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് അർബൻ സഹകരണ സംഘം ഹാളിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഇൻസ്പെക്ടേഴ്സ് ആൻഡ് ഓഡിറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അനുമോദന സമ്മേളനവും പഠന ക്ലാസും സംഘടിപ്പിച്ചത്. കാഞ്ഞങ്ങാട് അർബൻ സഹകരണ സംഘം ഹാളിൽ വെച്ചായിരുന്നു പരിപാടി നടന്നത്. സംസ്ഥാന പ്രസിഡന്റ് CP പ്രിയേഷ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സ്പർശനം, നമ്മൾ നൽകിയ നിവേദനങ്ങൾ, നമ്മൾ നടത്തിയ സമര പരിപാടികൾ, നമ്മൾ നടത്തിയ നിയമ നടപടികൾക്കൊടുവിലാണ് നിർബന്ധിതമായി ഈ കാര്യങ്ങൾ ഇവിടെ സഹകരണ വകുപ്പിൽ നടപ്പിലാക്കാൻ അധികാരികൾ തയ്യാറായി. അപ്പോൾ ഇതിന്റെ അപാധകൾ ഇപ്പോൾ നമ്മൾ സൂചിപ്പിച്ചു കഴിഞ്ഞു. നമുക്ക് ഇതിൽ നിലവിൽ അർബൻ ബാങ്കിലെ ഈ സ്കീം ഇവിടെ നടപ്പിലാക്കിയിട്ടുണ്ട്. അർബൻ ബാങ്ക് ഓഡിറ്റ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് നമുക്ക് ഇപ്പൊ ഇല്ല, നമ്മൾ നിയമത്തിൽ വന്നിട്ടില്ല. അപ്പോൾ അർബൻ ബാങ്ക് ഓഡിറ്റ് നമുക്ക് നഷ്ടമായിട്ടിരിക്കുകയാണ്. അപ്പോൾ അത് സ്കീമിൽ കൊണ്ടുവരേണ്ടത്. അതേമാതിരി തന്നെ മിൽമ പാടെ ഇതിൽ നിന്ന് അവഗണിച്ചിരിക്കുക. മിൽമയുടെ ഓഡിറ്റ്, കൺകറന്റ് പോസ്റ്റുകൾ ഈ സ്കീമിലേക്ക് വന്നിട്ടില്ല. അതേപോലെ തന്നെ നമുക്ക് കേരള ബാങ്കിന്റെ ഓഡിറ്റുകൾ, കേരള ബാങ്ക് അതിലേക്കും ഈ സ്കീം നടപ്പിലാക്കാൻ തയ്യാറായി. അപ്പൊ നമ്മളൊരു തട്ടിക്കൂട്ടായിട്ട് നമ്മൾക്ക് ഒരു സ്കീം നടപ്പിലാക്കി മുന്നോട്ട് പോകാൻ നമ്മൾ അനുവദിക്കില്ല. ഇതിന്റെ അന്തിമ സ്കീം പൂർണ്ണ തോതിൽ നടപ്പിലാക്കുന്നവരെ നമ്മൾ ഇതിന്റെ പ്രക്ഷോഭ നിയമ പരിപാടികളായിട്ട് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് നമ്മുടെ സംഘടനയ്ക്ക് ഈ വേളയിൽ നമുക്ക് പറയാനുള്ളത്. ജില്ലാ പ്രസിഡന്റ് സോജൻ ജോസഫ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വെച്ച് ഗസറ്റഡ് തസ്തികയിലേക്ക് പ്രൊമോഷൻ ലഭിച്ചവർക്കും വിവിധ മേഖലയിൽ ഉന്നത വിജയം കൈവരിച്ചവരെയും അനുമോദിച്ചു. C വിനോദ് കുമാർ, C സുനിൽകുമാർ, J രാജീവൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് K കിഷോർ കുമാർ റേഷ്യ അനലിസത്തെക്കുറിച്ച് ക്ലാസ് എടുത്തു. M പ്രശാന്ത് സ്വാഗതവും T സജി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പടന്ന മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 2ാം ചരമവാർഷികം ആചരിച്ചു. ഓരി കോൺഗ്രസ് ഓഫീസിൽ നടന്ന അനുസ്മരണ സമ്മേളനം KPCC സെക്രട്ടറി M അസിനാർ ഉദ്ഘാടനം ചെയ്തു. പൊതുപ്രവർത്തനങ്ങളിൽ എല്ലാവർക്കും മാതൃകയാണ് ഉമ്മൻചാണ്ടിയുടെ ജീവിതമെന്ന് M അസിനാർ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഒരു ദിവസം വന്നപ്പോൾ അവിടെ വാടകയ്ക്ക് താമസിക്കുന്ന തൊട്ടപ്പുറത്ത് അരിപ്പൊടിക്കടുത്ത് ഇപ്പുറത്ത് അവിടെ പോയി അവരെ കണ്ടിട്ട് പറഞ്ഞത്, നിങ്ങൾ ഒരു സ്ഥലം കണ്ടെത്തിക്കൊള്ളൂ, ഒരു 5 സെന്റെങ്കിലും കണ്ടെത്തിക്കൊള്ളൂ, ഞാൻ പണം എവിടെങ്കിലാക്കി കൊടുത്തോളാം എന്ന് പറഞ്ഞ് തിരിച്ചുപോയ ഉമ്മൻചാണ്ടി അദ്ദേഹം ഒരു സാധാരണക്കാരനെ പോലെ അന്നത്തെ മുൻ മുഖ്യമന്ത്രി ആയിട്ട് പോലും അദ്ദേഹം സെക്രട്ടേറിയറ്റിലേക്ക് പോയി 1-2 ദിവസം അധ്വാനിച്ച് കൃത്യമായ ഉത്തരവ്, സ്ഥലം സർക്കാർ പതിച്ചു നൽകിയ ഉത്തരവ്, ആ ഉത്തരവെടുത്തുകൊണ്ട് അന്നത്തെ മുനിസിപ്പൽ ചെയർമാൻ കാലിദിന് കൊടുത്തയച്ചു. കാരണം അന്ന് പള്ളിപ്പുറംകാരനാണ് MLA. പിന്നെ അയാൾ അതിന് ക്രെഡിറ്റ് കൊണ്ടുപോകും. അങ്ങനെ എത്തിച്ചപ്പോഴാണ് ഇപ്പോൾ എക്സൈസ് ഓഫീസർ എടുക്കുന്ന ഇവിടെ മലേരിയം എന്ന് പറയുന്ന ആ വലിയ ഓരൻ്റെ കുറച്ച് അപ്പുറത്ത് ഈ സ്ഥലം കൊടുത്ത് വീട് കെട്ടിയപ്പോൾ ആ കുടുംബത്തിൻ്റെ ആഗ്രഹം ഉമ്മൻചാണ്ടി വരണം, വീടിൻ്റെ പാല് കാച്ചൽ കർമ്മത്തിന് ഉമ്മൻചാണ്ടി വേണം. അങ്ങനെ ഉമ്മൻചാണ്ടി സാർ അവിടെ വന്ന വീട്ടിൽ അതേ ഇരുന്നില്ല, നിന്നു, അല്പം വെള്ളം കുടിച്ച് സംസാരിച്ചു. പക്ഷേ സാറിൻ്റെ മുഖത്തൊരു സന്തോഷം കണ്ടില്ല. ഞങ്ങളൊക്കെ കൂടെ പോയി ആ വീടിൻ്റെ പാലുകാച്ച കർമ്മത്തിൽ ഉമ്മൻചാണ്ടിയോടൊപ്പം പോയി. ഉമ്മൻചാണ്ടി സാർ ഒന്നൊക്കെ നടന്നു കണ്ടു, എല്ലാം പറഞ്ഞു, അവരോട് പറഞ്ഞു, ഒരു ഗ്ലാസ് എന്തോ ചായ എന്തോ കഴിച്ചു, വേറൊന്നും കഴിച്ചില്ല. പക്ഷേ പുള്ളിയുടെ മുഖത്തോട് സന്തോഷം കാണുന്നില്ല. ഞങ്ങൾക്ക് ആശങ്കയായി. യോഗത്തിൽ പടന്ന മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് K സജീവൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് K കുഞ്ഞമ്പു, UDF പഞ്ചായത്ത് കൺവീനർ PK താജുദ്ദീൻ, DKTF സംസ്ഥാന സെക്രട്ടറി KV ജതീന്ദ്രൻ, AG കമറുദ്ദീൻ, മാമുനി സുരേഷ്, K ഫിറോസ്, T രതില, VV അനിൽകുമാർ,
MV ഷിബു, OK രാജീവൻ, O സിജിൻ, NC ഖാദർ, K അനീഷ്, K ഗോവിന്ദൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. തൃക്കരിപ്പൂർ ടൗണിൽ അനുമതിയില്ലാതെ വിവിധ സംഘടനകൾ പ്രകടനങ്ങൾ നടത്തിയതിന് ചന്ദേര പോലീസ് 4 കേസുകൾ എടുത്തു. കോൺഗ്രസ്, മുസ്ലിം ലീഗ്, DYFI, RSS എന്നീ സംഘടനകളുടെ 100-ൽ പരം നേതാക്കൾക്കും പ്രവർത്തകർക്കുമെതിരെയാണ് അനുമതിയില്ലാതെ പ്രകടനം നടത്തിയതിനാണ് പോലീസ് കേസെടുത്തത്. സംസ്ഥാനത്ത് ആരോഗ്യരംഗം കുത്തഴിഞ്ഞുവെന്നാരോപിച്ച് തൃക്കരിപ്പൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലേക്ക് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രകടനം നടത്തിയതിന് 12 പേരുടെയും കണ്ടാലറിയാവുന്ന മറ്റ് 38 ആളുകളുടെയും പേരിലാണ് കേസുള്ളത്. താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ മുസ്ലിം യൂത്ത് ലീഗ് പ്രകടനം നടത്തിയതിൽ 16 പേരുടെ പേരിലും പോലീസ് കേസെടുത്തു. അധ്യാപകരുടെ കാലുകൾ വിദ്യാർത്ഥികളെ കൊണ്ട് കഴുകിച്ചുവെന്നാരോപിച്ച് തൃക്കരിപ്പൂർ ചക്രപാണി വിദ്യാമന്ദിരത്തിലേക്ക് DYFI ബ്ലോക്ക് കമ്മിറ്റി പ്രകടനം നടത്തിയതിൽ നേതാക്കളും പ്രവർത്തകരുമായ 7 പേരുടെയും മറ്റ് 23 യുവജനങ്ങളുടെയും പേരിലാണ് കേസ്. DYFI നേതൃത്വത്തിൽ ചക്രപാണി വിദ്യാമന്ദിരത്തിനെതിരെ തെറ്റായ പ്രചരണം നടത്തി പ്രകടനം നടത്തിയെന്നാരോപിച്ച് RSS നേതൃത്വത്തിൽ തൃക്കരിപ്പൂർ ടൗണിൽ പ്രകടനം നടത്തിയതിന് 5 പേരുടെയും മറ്റ് 10 പേർക്കെതിരെയുമാണ് ചന്ദേര പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. നിരവധി യുവജനങ്ങൾക്ക് സ്വകാര്യ മേഖലയിൽ തൊഴിലവസരങ്ങൾ തുറന്ന് തൃക്കരിപ്പൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ പ്രയുക്തി മെഗാ തൊഴിൽ മേള സംഘടിപ്പിച്ചു. ദേശീയ എംപ്ലോയ്മെന്റ് സേവന വകുപ്പ് നിർദ്ദേശത്തിൽ കാസർഗോഡ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെയും എംപ്ലോയബിലിറ്റി സെന്ററിന്റെയും നേതൃത്വത്തിൽ നടന്ന തൊഴിൽ മേള കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. തൃക്കരിപ്പൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച പ്രയുക്തി മെഗാ തൊഴിൽ മേളയിൽ പ്രമുഖമായ 35-ൽ പരം സ്വകാര്യ ഉദ്യോഗദായകരും 500-ൽ പരം ഉദ്യോഗാർത്ഥികളും പങ്കെടുത്തു. നേരത്തെ രജിസ്റ്റർ ചെയ്തവരും തത്സമയ രജിസ്ട്രേഷൻ നടത്തിയവരും തൊഴിൽ മേളയിൽ അവസരം ഉപയോഗപ്പെടുത്തി. മെഗാ തൊഴിൽ മേള കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. നല്ലൊരു പരിപാടിയാണ്. കഴിഞ്ഞ 4 വർഷത്തിനുള്ളിൽ നമ്മൾ ഒരുപാട് തൊഴിൽ മേളകൾ നടത്തി കുറേ പേർക്ക് തൊഴിൽ കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, തൊഴിലിനോടുള്ള നമ്മുടെ ആഭിമുഖ്യം ഒന്ന് മാറ്റിയാൽ, ആഭിമുഖ്യം മാറ്റാൻ അല്ലെങ്കിൽ മനോഭാവം മാറ്റിയാൽ മാത്രമേ നമുക്ക് എല്ലാവർക്കും തൊഴിൽ എന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി കഴിയും. പലപ്പോഴും നമ്മുടെ കുട്ടികൾ വീട്ടിനടുത്ത് ജോലി വേണം എന്ന് ചിന്തിക്കുന്നവരാണ്. നമ്മളിപ്പോൾ ഓസ്ട്രേലിയയിലോ അന്റാർട്ടിക്കയിലോ എവിടെ പോയി പഠിച്ചാലും അവിടെ തന്നെ ജോലി നേടാൻ വേണ്ടി മലയാളികൾ തയ്യാറായി നിൽക്കുമ്പോൾ നമ്മുടെ തൊഴിൽ മേഖലയിൽ വരുന്ന ഒരു പൊതു സമീപനം എന്ന് പറയുന്നത് നമ്മൾ എല്ലാ കടമ്പകളും കഴിഞ്ഞ് സെലക്ട് ചെയ്താൽ ജോയിൻ ചെയ്യുന്ന സമയമാകുമ്പോൾ അവർക്ക് പലർക്കും താല്പര്യമില്ല എന്നതിലേക്ക് വരുന്നില്ല. പലപ്പോഴും തൊഴിൽ മേളയിൽ പങ്കെടുക്കുക എന്നതാണ് പ്രധാനം. ആ പങ്കെടുത്ത് തൊഴിൽ നേടുക എന്നത് നമുക്ക് വലിയ കാര്യമല്ല. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് EM ആനന്ദവല്ലി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം KV രാധ, ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ B ജാസ്മിൻ, പോളിടെക്നിക് കോളേജ് പ്രിൻസിപ്പാൾ K വിനോദ്, ഹോസ്ദുർഗ് ടൗൺ എംപ്ലോയ്മെന്റ് ഓഫീസർ P പവിത്രൻ, വൊക്കേഷണൽ ഗൈഡ് ലൈൻസ് എംപ്ലോയ്മെന്റ് ഓഫീസർ PK അജീഷ്, പോളിടെക്നിക് സീനിയർ സൂപ്രണ്ടന്റ് P സൈനുദ്ദീൻ, NSS പ്രോഗ്രാം ഓഫീസർ KP രാജൻ, പ്ലേസ്മെന്റ് ഓഫീസർ ഷൈജു K നായർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജനദ്രോഹ ഭരണം നടത്തുന്ന ഇടതുപക്ഷ സർക്കാരിനെതിരെ UDF-ന് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലെന്ന് ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന കൺവീനർ PV അൻവർ. കാഞ്ഞങ്ങാട്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കാഞ്ഞങ്ങാട് യൂണിറ്റ് കൺവെൻഷൻ നടന്നു. പടന്നക്കാട് SNAUP സ്കൂളിൽ വെച്ചായിരുന്നു കൺവെൻഷൻ നടന്നത്. വിരമിച്ച ബാങ്ക് ജീവനക്കാരുടെ പെൻഷൻ പരിഷ്കരിക്കണമെന്നാവശ്യം ജോയിന്റ് ഫോറം ഓഫ് ബാങ്ക് റിട്ടയേഴ്സ് കാഞ്ഞങ്ങാട്ട് കൂട്ട ഉപവാസ സത്യാഗ്രഹ സമരം നടത്തി. കാഞ്ഞങ്ങാട് മാന്തോപ്പ് മൈതാനത്തിലായിരുന്നു സമരം നടത്തിയത്. 12ാം ശമ്പള കമ്മീഷനെ നിയമിക്കുകയെന്നാവശ്യം AKSTUവിന്റെ നേതൃത്വത്തിൽ DEO ഓഫീസിലേക്ക് മാർച്ച് നടത്തി. KSSPA വനിതാ ഫോറത്തിന്റെ നേതൃത്വത്തിൽ ചങ്ങാതിക്കൂട്ടം എന്ന പേരിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. ഹോസ്ദുർഗ് ഫോർട്ട് വിഹാർ ഹാളിലായിരുന്നു ശില്പശാല നടന്നത്. കർക്കിടകം പിറന്നതോടെ ഒറ്റച്ചെണ്ടയുടെ താളത്തിൽ ആടിവേടൻ തെയ്യങ്ങൾ ഗ്രാമസഞ്ചാരം തുടങ്ങി. കർക്കിടക മാസത്തിലെ ആദ്യ വ്യാധികൾ അകറ്റുന്നതിനെയാണ് കർക്കിടക തെയ്യങ്ങൾ വീടുകളിൽ എത്തുന്നത്.
കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഇൻസ്പെക്ടേഴ്സ് ആൻഡ് ഓഡിറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദന സമ്മേളനവും പഠന ക്ലാസും സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് അർബൻ സഹകരണ സംഘം ഹാളിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.